ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹദീസ് പാഠത്തിലെ 7-ാമത്തെ ഹദീസാണ് നമ്മൾ സംസാരിക്കുന്നത്. വുളൂഇൻ്റെ ശ്രേഷ്ഠതകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ ഉഖ്ബത്ത് ഇബ്നു ആമിർ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ ഫയുസ്ബഗുൽ വുളൂഅ ثم يقول أشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله إلا فتحت له أبواب الجنة 8 يدخل من أيها شاء. നിങ്ങളിലൊരാളും വുളൂ ചെയ്യുകയും അത് അവയവങ്ങൾ കയറ്റി പൂർണ്ണമായി കഴുകുകയും ശേഷം അഷ്ഹദു അൻ ലാ ഇലാഹ എന്നു തുടങ്ങിയ ദിക്ർ ചൊല്ലുകയും ചെയ്താൽ അവനു വേണ്ടി സ്വർഗത്തിൽ 8 വാതിലുകളും തുറക്കപ്പെടാതിരിക്കില്ല. ഇഷ്ടമുള്ളതിലൂടെ അവന് അതിൽ പ്രവേശിക്കാവുന്നതാണ്. നാം ദിനേന പല തവണ നിർവഹിക്കുന്ന കാര്യമാണ് വുളൂ എന്നത്. എന്നാൽ ഈ വുളൂ കൃത്യമായി ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? വെറും നിമിഷങ്ങൾ മാത്രം ആവശ്യമുള്ള വുളൂ എന്ന കർമ്മത്തിന് ലഭിക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? വുളൂഇന് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ മനസ്സിലാക്കിയാൽ നാം പിന്നീട് ഒരിക്കലും അശ്രദ്ധമായി അത് ചെയ്യില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പൂർണ്ണമായി വുളൂ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ അനവധിയാണ്. അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ഹദീസാണ് നമ്മൾ മുകളിൽ കണ്ടത്. 8 വാതിൽ, ആ 8 വാതിൽ തുറക്കപ്പെടും. ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാവുന്നതാണ്. വുളൂഇൻ്റെ ശ്രേഷ്ഠതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1, ഇഷ്ടമുള്ള വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. വുളൂഇന് ശേഷം ചൊല്ലേണ്ട ദിക്റിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് ഈ ഹദീസിൽ വന്നത്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വ റസൂലിഹി. ഈ ദിക്റിൻ്റെ പൂർണ്ണ രൂപം അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅലനി മിനൽ മുത്തത്വഹിരീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. നിശ്ചയം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനും അടിമയാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അള്ളാഹുവെ, നീ എന്നെ പശ്ചാത്തപിക്കുന്നവരിലും അഴുക്കിൽ നിന്നും പാപത്തിൽ നിന്നും ശുദ്ധി നേടുന്നവരിലും ഉൾപ്പെടുത്തണമേ. അള്ളാഹുവെ, നിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. നിനക്കാണ് എല്ലാ സ്തുതിയും. ആരാധന, പ്രാർത്ഥന, ബലി, അറിവ്, നേർച്ചയ്ക്ക് അർഹനായി നീ അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. പാപം പുറത്തു തരുവാൻ നിന്നോട് ഞാൻ തേടുകയും നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു. ഈമാനിൻ്റെ പകുതി ലഭിക്കാൻ അത് വുളു ചെയ്താൽ മതി. ഈമാനിൻ്റെ പകുതി ലഭിക്കും. അൻ അബി മാലിക് അൽ അശ്അരി ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തൊഹൂറു ശത്റുൽ ഈമാൻ. ശുദ്ധി ഈമാനിൻ്റെ പകുതിയാകുന്നു. ഇവിടെ ഈമാൻ എന്നാൽ നമസ്കാരവും തൊഹൂർ എന്നാൽ വുളുവുമാണ് ഉദ്ദേശമെന്ന് ഖുർആൻ്റെ സൂറത്തുൽ ബഖറയിലെ 143 നമസ്കാരത്തെ ഈമാൻ എന്ന് വിശേഷിപ്പിച്ച അതേ അർത്ഥത്തിലാണിത് എന്നും ഇമാം നവവി റഹ്മത്തുള്ളാഹി ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. സഹീഹ് മുസ്ലിം എന്ന ഹദീസ് ഗ്രന്ഥത്തിലെ ഹദീസുകൾ ബാബ് അഥവാ അധ്യായം നൽകി ഇമാം നവവി റഹ്മത്തുള്ളാഹിയാണ്. അദ്ദേഹം ഈ ഹദീസിനെ കിതാബ് ത്വഹാറ, ശുദ്ധിയുടെ അധ്യായമെന്നും ബാബ് ഫളുൽ വുളൂഇൻ്റെ ശ്രേഷ്ഠത എന്ന അധ്യായത്തിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഹദീസ് വുളൂ നിസ്കാരത്തിൻ്റെ പകുതിയാകുന്നു എന്നർത്ഥം ലഭിക്കുന്നു. അതുകൊണ്ട് ഈമാനിൻ്റെ പകുതി ലഭിക്കാൻ വുളൂ ചെയ്താൽ മതി. 3-ാമത്തേത് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കും. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുത്തത്വഹിരീൻ. നിശ്ചയമായും അള്ളാഹു പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു, ശുചിത്വം പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു. 4-ാമത്തേത് വുളൂവിൻ്റെ ശ്രേഷ്ഠത സ്വർഗപ്രവേശനമാണ്. മാമിൻ മുസ്ലിമിൻ യതവല്ലഉ വയുഹ്സിനുൽ വുളൂ സുമ്മ
യഖൂമു ഫയുസല്ല റക്അതൈനി മുഖ്ബിലുൻ അലൈഹിമ ബിഖൽബിഹി വവജ്ഹിഹി ഇല്ലാ വജബത് ലഹുൽ ജന്ന. ഏതൊരു മുസ്ലിമും വുളു ചെയ്യുകയും അവൻ്റെ വുളു ഏറ്റവും നന്നാക്കുകയും ശേഷം മുഖവും ഹൃദയവും തിരിച്ചുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അവന് സ്വർഗം നിർബന്ധമാകാതിരിക്കുകയില്ല. 5-മത്തത് വുളുവിൻ്റെ ശ്രേഷ്ഠത, പദവികൾ ഉയർത്തപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹി ഖതായ വയർഫഉ ബിഹി ദറജാത്ത്. ഖാലൂ ബലാ യാ റസൂലല്ലാഹ്. ഖാല ഇസ്ബാഉൽ വുളു അലൽ മകാരിഹ് വകസ്റത്തുൽ ഖുത്ത ഇലൽ മസ്ജിദ് വൻതളിറു സ്വലാത്ത് ബഅദ സ്വലാഹ്. നിങ്ങളുടെ പാപങ്ങൾ മായ്ക്കുകയും പദവികൾ ഉയർത്തുകയും ചെയ്യുന്ന കാര്യം ഞാൻ നിങ്ങൾക്കറിയിച്ചു തരട്ടെയോ? സഹാബികൾ പറഞ്ഞു, അതേ അള്ളാഹുവിൻ്റെ തിരുദൂതരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്പം പ്രയാസമുണ്ടെങ്കിലും വുളു പൂർണ്ണമായി എടുക്കൽ, പള്ളിയിലേക്കുള്ള കാലടികൾ അധികരിപ്പിക്കൽ, ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരത്തിനായി കാത്തിരിക്കൽ. 3 നമസ്കാരവുമായി ബന്ധപ്പെട്ടത്. 1-മത് പറഞ്ഞത് വുളുമായി ബന്ധപ്പെട്ടത്. ഹൗലുൽ കൗസർ ലഭിക്കും. വുളുവിൻ്റെ ശ്രേഷ്ഠതയാണ്. വുളു ചെയ്യുന്നവന് ഹൗലുൽ കൗസർ ലഭിക്കും. തൻ്റെ മരണശേഷം പ്രവാചകനിൽ വിശ്വസിച്ച തൻ്റെ സഹോദരങ്ങളെ നാളെ ഹൗലിൻ്റെ അടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തു നിൽക്കും എന്ന് പറഞ്ഞു. അവരെ എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് സഹാബികൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹും യഅ്തൂന യൗമൽ ഖിയാമ ഗുർറൻ മുഹജ്ജരീന മിനൽ വുളു വ അന ഫറത്തുഹും അലൽ ഹൗൽ. അവർ വുളുവിൻ്റെ കാരണത്താൽ മുഖവും കൈകളും പ്രകാശിക്കുന്ന അവസ്ഥയിലായിരിക്കും വരിക. ഞാൻ അവരെ ഹൗലിൻ്റെ അടുത്ത് കാത്തു നിൽക്കുമെന്ന്. അപ്പോൾ വുളു എടുത്തവർക്ക് അതിൻ്റെ കാരണത്താൽ ഹൗലിലെ വെള്ളം ലഭിക്കും. ഇനിയോ 7-മത്തത് പാപങ്ങൾ പൊറുക്കപ്പെടും. വുളു പരിപൂർണമായി നിർവഹിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവല്ലഅ ഹകദ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഇപ്രകാരം വുളു ചെയ്താൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. 8-മത്തേത് വിശ്വാസിയുടെ അടയാളം, അത് വുളുവാണ്. സദാസമയം വുളു ഉള്ളവൻ ആയിരിക്കുക എന്നത് വിശ്വാസിയുടെ അടയാളമാണ്. ഒരു വിശ്വാസിക്കല്ലാതെ അത് സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ യുഹാഫിളു അലൽ വുളുഇ ഇല്ലാ മുഅ്മിനുൻ. ഒരു വിശ്വാസിയല്ലാതെ വുളു നിലനിർത്തുകയില്ല എന്ന്. 9-മത്തെ ശ്രേഷ്ഠത, അന്ത്യനാളിൽ വിശ്വാസിയുടെ അടയാളമായി അത് വരുമെന്നാണ്. ഇന്ന ഉമ്മത്തി യദഊന യൗമൽ ഖിയാമ ഗുർറൻ മുഹജ്ജലീന മിൻ ആസാരിൽ വുളു ഫമൻ ഇസ്തതാഅ മിൻകും അൻ യുതീല ഗുർറതഹു ഫല്യഫ്അൽ. എൻ്റെ സമുദായം അന്ത്യനാളിൽ വിളിക്കപ്പെടുക അവൻ്റെ വുളുവിനാൽ മുഖവും കൈകളും പ്രകാശിക്കുന്ന അവസ്ഥയിലായിരിക്കും. നിങ്ങൾക്കാർക്കെങ്കിലും അവരുടെ പ്രകാശിക്കുന്ന ഭാഗങ്ങൾ അധികരിക്കാൻ കഴിയുമെങ്കിൽ അവൻ അത് ചെയ്തു കൊള്ളട്ടെ. വുളുവിൻ്റെ അവയവങ്ങൾ കയറ്റിക്കഴുകുക എന്നതാണ് ഇവിടുത്തെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പരിധിയിൽ കഴുകിയാൽ അത്രയും ഭാഗം പ്രകാശിക്കുമെന്ന സാരം. വുളുവിൻ്റെ ശ്രേഷ്ഠതയിൽ 10-മത്തേത്, ഉറങ്ങും മുമ്പ് വുളു ചെയ്യുന്നവർക്ക് ശുദ്ധപ്രകൃതിയിൽ മരണമുണ്ടായിരിക്കും. കൂടുതൽ കയറ്റി എന്നത് മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പരിധിയിൽ എന്നാണ് യഥാർത്ഥത്തിൽ ആ ഹദീസിൻ്റെ അർത്ഥമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. ഉറങ്ങും മുമ്പ് ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട അല്ലാഹുമ്മ അസ്ലംതു നഫ്സി അസ്ലംതു വജ്ഹിയ ഇലൈക്ക് എന്ന പ്രാർത്ഥനയുടെ പുണ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇപ്രകാരമാണ്, ഫൈൻ മിത്തു മിൻ ലൈലത്തിക ഫഅൻത അലാ ഫിത്രത്തിൻ. നിൻ്റെ ആ രാത്രിയിൽ നീ മരണപ്പെട്ടാൽ നീ ശുദ്ധ പ്രകൃതിയിലായിരിക്കും. വുളുവെടുത്ത് ഈ പ്രാർത്ഥന ചൊല്ലണമെന്ന നിർദ്ദേശമുണ്ട്. പുണ്യം ലഭിക്കാൻ അവൻ ഉറങ്ങും മുമ്പ് വുളു ചെയ്തിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു. ഇദാ അത്തൈത മൽജഅക ഫതവല്ല വുളുഅക ലിസ്സലാത്ത്. നിൻ്റെ വിരിപ്പിലേക്ക് നീ വരുന്നെങ്കിൽ നമസ്കാരത്തിലെന്ന പോലെ നീ വുളു ചെയ്യുക എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ പ്രാർത്ഥന റിപ്പോർട്ട് ചെയ്യുന്നത്. 11-മത്തെ കാര്യം, വുളുവോടെ ഉറക്കം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള കാരണമാണ്. മാമിൻ മുസ്ലിമിൻ യബീതു അലാ ദിക്രി ത്വാഹിറൻ ഫയതആറു മിനൽ ലൈലി ഫയസ്അലുല്ലാഹു ഖൈറൻ മിനദ് ദുനിയ വൽ ആഖിറ
ഇല്ല അത്താഹു ഇയാഹു. ഏതൊരു മുസ്ലിമും ശുദ്ധിയുള്ള വുളു ഉള്ള അവസ്ഥയിൽ ഉറങ്ങുകയും എന്നിട്ട് രാത്രിയിൽ ഞെട്ടി ഉണരുകയും അപ്പോൾ ഇഹലോകത്തെയോ പരലോകത്തെയോ നന്മകൾക്ക് വേണ്ടി ചോദിക്കുകയും ചെയ്താൽ അള്ളാഹു അവനത് നൽകാതിരിക്കുകയില്ല. 12ാമത്തെ കാര്യം, പിശാചിൻ്റെ കെട്ടിൽ നിന്നുള്ള മോചനമാണ് യഥാർത്ഥത്തിൽ വുളു. ഓരോ ദിവസവും നാം രാത്രി ഉറങ്ങുമ്പോൾ പിശാച് നമ്മുടെ തലയിൽ 3 കെട്ടുകൾ കെട്ടുന്നുണ്ട്. അവ 3 അഴിയാൻ ഉറങ്ങി എഴുന്നേറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് വുളു ചെയ്യുക എന്നതാണ്. ഫൈൻ തവല്ലാ ഇൻ ഹല്ലത്ത് ഉഖ്ദതൻ, നീ വുളു ചെയ്താൽ ഒരു കെട്ട് അഴിയുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത്രയധികം ശ്രേഷ്ഠതകൾ വുളു എന്ന നമ്മൾ നിസ്സാരമായി കാണുന്ന പ്രവർത്തനത്തിനുണ്ട്. ഈ പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ ഇനി മുതൽ നമ്മൾ ശ്രദ്ധയോടുകൂടി ഓരോ അവയവങ്ങളും കൃത്യമായി നനയുന്ന രൂപത്തിലാക്കി തീർക്കാൻ നാം ശ്രദ്ധിക്കുക. യഥാർത്ഥത്തിൽ പ്രതിഫലത്തെ ആഗ്രഹിക്കുക എന്നതാണ് ഏതൊരു പ്രവർത്തനത്തിൻ്റെയും പ്രതിഫലം സമ്പൂർണ്ണമായി കിട്ടാൻ വേണ്ടത്. അങ്ങനെ ആഗ്രഹിച്ച് വുളു ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു തആല അതിന് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.